ഓരോ യാത്രയും ഓരോ പുതിയ അറിവുകളാണ്. ചില യാത്രകൾ നമ്മെ എത്തിക്കുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഒരു യാത്രയുടെ തുടക്കത്തിലാണ്. ഇപ്പോൾ നമ്മൾ ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ആനമുളിയിൽ നിന്ന് ആനമുളിയിൽ നിന്ന് അട്ടപ്പാടി എന്ന മഹാവിസ്മയത്തിലേക്കുള്ള കവാടം. ഇവിടെ നിന്നാണ് ആ ചുരം കയറ്റം തുടങ്ങുന്നത്. കാടിന്റെ വന്യതയിലേക്കും മഞ്ഞിന്റെ കുളിരിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന മനോഹരമായ പാത. ഇന്ന് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത് ഒരു വാഹനത്തിലല്ല, മറിച്ച് ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ദൃശ്യവിരുന്നുകളിലാണ്. നമുക്ക് ഈ ചുരം കയറി തുടങ്ങാം. ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലൊരു മാറ്റം നമുക്ക് അനുഭവിച്ചറിയാം. ചൂടുള്ള കാറ്റൊക്കെ മാറി ഈ മഴക്കാലത്ത് നേരിയ ഒരു തണുപ്പ് നമ്മെ തഴുകി തുടങ്ങും. ഇതാ നമ്മുടെ ഒന്നാമത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മുകളിലിട്ട് പോവുകയാണ്. ഇവിടെ മരങ്ങൾക്ക് കൂടുതൽ പച്ചപ്പുണ്ടോ എന്ന് തോന്നിപ്പോകും. തൊട്ടു പിന്നാലെ തന്നെ നാലാമത്തെയും വളവുകൾ നമ്മൾ ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ക്യാൻവാസായി മാറുകയാണ്. താഴെ നമ്മൾ പിന്നിട്ട വഴികൾ ഒരു ചെറിയ നൂല് പോലെ കാണാനും കഴിയും. എന്തായാലും നമ്മൾ മലയുടെ കുറെ അധികം മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ കാറ്റിന് കാട്ടുപൂക്കളുടെ ഗന്ധമുണ്ട്. ദൂരെ പശ്ചിമഘട്ട നിരകൾ കോടമഞ്ഞിൽ പുതച്ചുറങ്ങുന്നതും കാണാം. സമയം പോകുന്നത് അറിയുകയില്ല ഈ കാഴ്ചകൾ കണ്ടു നിന്നാൽ. കാടിന്റെ സംഗീതം മാത്രമാണ് നമുക്ക് ഒരു കൂട്ട്. വല്ലപ്പോഴും കടന്നു പോകുന്ന വാഹനങ്ങളും. എന്നാൽ ഈ സമയത്ത് എന്താണോ നല്ല തിരക്ക് ഉണ്ടല്ലേ, ആളുകൾ ധാരാളമായി കയറി പോകുന്നുണ്ട്, ഇറങ്ങി വരുന്നുമുണ്ട്. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് നാലാമത്തെയും അഞ്ചാമത്തെയും വളവുകൾ കയറുമ്പോൾ നമ്മൾ നേരെ ഈ പറയുന്ന പോലെ താഴ്വരയിലേക്കല്ല നമ്മുടെ കണ്ണുകൾ ചെല്ലുക, മറിച്ച് നേരെ മുകളിലേക്ക് ഉയർത്തി നോക്കാം. അവിടെ തലയുയർത്തി നിൽക്കുന്ന വടക്കമലയുടെ അഭിമാനം വരക്കല്ല്. ഒരു നിമിഷം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആകാശത്തെ മുട്ടി നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു കൂറ്റൻ പാറ. പ്രകൃതി എത്ര വിദഗ്ധമായാണ് ഈ കല്ലുകളെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു ഗാംഭീര്യമാണ് ഈ വരക്കല്ലിന്. ഇവിടെ വണ്ടി നിർത്തി ഈ ഭീമാകാരനായ പാറയുടെ ഭംഗി ആസ്വദിക്കാതെ ഒരു യാത്രക്കാരനും ഇതുവഴി കടന്നു പോകില്ല. എന്തായാലും വരക്കല്ലിന്റെ ആ വിസ്മയവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. ആറാമത്തെ വളവും പിന്നിട്ട് ഏഴാമത്തെ ഹെയർപിൻ ബെൻഡിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കാടിന്റെ കൂടുതൽ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളുടെ മനോഹാരിതയോട് ചേർന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാനുള്ള ആ ഒരു യാത്രയുമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു. റോഡിന്റെ ഇരുവശവും വലിയ മരങ്ങൾ പന്തലിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണാം. വെയിൽ താഴേക്കിറങ്ങാൻ മടിക്കുന്ന ഇടങ്ങളല്ലേ പലതും. ചിലപ്പോഴേക്ക് ഒരു നേരിയ കോടമഞ്ഞ് നമ്മെ മൂടി കടന്നു പോവുകയും ചെയ്യുന്നു. പ്രകൃതി അതിന്റെ ഏറ്റവും സുന്ദരമായ ഭാവത്തിൽ നിൽക്കുന്ന ഭാഗങ്ങളാണിത്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. 10ാമത്തെ ഹെയർപിൻ വളവ്. ഇന്ന് ഈ ചുരത്തിലൂടെ പോകുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു നിൽക്കുന്ന ഒരു ലൊക്കേഷനാണിത്. എന്തുകൊണ്ടാണ് ഇവിടം ഇത്ര പ്രിയപ്പെട്ടതാകുന്നത് എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ പറയും. ചുരത്തിന്റെ ഏറ്റവും മികച്ച പനോരമിക് വ്യൂ ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പ്, കോടമഞ്ഞ് തഴുകിപ്പോകുന്ന മലനിരകൾ, ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുഭാഗത്ത് കാടും. ഫോട്ടോഗ്രാഫേഴ്സിന്റെയും പ്രകൃതി സ്നേഹികളുടെയും ഒരു സ്വർഗമാണ് ഈ 10ാമത്തെ വളവ്. ഇവിടെ നിന്ന് ആസ്വദിക്കുന്ന ഒരു കാറ്റ് പോലും നമ്മുടെ മനസ്സ് നിറയ്ക്കുമെന്നുള്ളതാണ്. 10ാമത്തെ വളവിൽ ആ മനോഹരമായ കാഴ്ചകളും മനസ്സിൽ നിറച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ചുരം കയറ്റം ഏകദേശം അവസാനിക്കുന്നു. ഇതാ നമ്മൾ മുക്കാലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സൈലന്റ് വാലിയുടെ കവാടമായ മുക്കാലി. പക്ഷേ നമ്മുടെ യാത്ര ഇവിടെയൊന്നും അവസാനിക്കുന്നില്ലല്ലോ. ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു ലോകത്തേക്ക്, അല്ലെ, നമ്മുടെ പ്രധാന പ്രശ്നം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ താവളം മുള്ളി ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്കുള്ള റോഡിലൂടെ ഇതാ മുന്നോട്ട് പോവുകയാണ്. മുക്കാലിയുടെ തണുപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. മുന്നോട്ടുള്ള വഴിയിൽ നമ്മെ കാത്തിരിക്കുന്നത് ആ പഴയ ചെറിയ പാലമാണ്. ഇങ്ങനെ ഭവാനിപ്പുഴയെ ക്രോസ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പാലം. ഈ പാലം അത് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ യാത്രയുടെ ഗതി അല്പം ഒന്ന് മാറ്റുകയാണ്. അട്ടപ്പാടിയുടെ ജീവനാഡിയായ ഭവാനിപ്പുഴയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും വേണമല്ലോ. ഇവിടെ അട്ടപ്പാടിയുടെ ദാഹമകറ്റാൻ ഒരു പമ്പ് സെറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പമ്പ് ഹൗസ് കാണാനായി പറ്റും. എന്തായാലും അതിനരികിലൂടെ താഴേക്ക് ഭവാനിയുടെ തീരത്തേക്ക് ഇറങ്ങുമ്പോൾ
നമ്മെ വരവേൽക്കുന്നത് വാക്കുകൾക്ക് അതീതമായൊരു ശാന്തതയാണ്. വലിയ പാറക്കെട്ടുകളെ തഴുകി കാടിന്റെ രഹസ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഒഴുകി വരുന്ന ഭവാനി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പുഴയ്ക്ക് വല്ലാത്തൊരു വശ്യതയുമുണ്ട്. ആ കുളിർമയും പേറി നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്യം താവളമാണ്, അവിടെ നിന്ന് മുള്ളിയും. യാത്ര താവളത്തിലേക്ക് അടുക്കുകയാണ്. ആ വലിയ പാലത്തിലൂടെ ഭവാനിയെ കുറുകെ കടക്കുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. താവളം മുള്ളി റോഡ്. ഒരുപക്ഷെ അട്ടപ്പാടിയിലെ ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും അപകടം പിടിച്ചതുമായ പാതകളിലൊന്ന്. ഈ റോഡിലേക്ക് കടന്നാൽ പിന്നെ നമ്മുടെ വലത് ഭാഗത്തൊരു നിഴൽ പോലെ അവൾ ഉണ്ടാകും. ഭവാനിപ്പുഴ. ചിലയിടങ്ങളിൽ അവൾ ശാന്തയാണെന്നാൽ മറ്റു ചിലയിടങ്ങളിൽ അലറിക്കുതിക്കുന്ന ഒരു വന്യമൃഗത്തെ പോലെ രൗദ്രപൂവം പൂണ്ടാണ് അവളുടെ ഒഴുക്ക്. ഈ ഭവാനിയെ തൊട്ടുരുമ്മി പോകുന്ന യാത്രയാണ് താവളം മുള്ളി റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാടും പുഴയും റോഡും പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുന്ന അപൂർവമായൊരു കാഴ്ച. ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ജാഗരൂകമായിരിക്കണം. കാരണം കാട് വന്ന് അവസാനിക്കുന്നത് നേരെ ഭവാനി പുഴയിലേക്കാണ്. മലമുകളിൽ നിന്ന് ദാഹജലം തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വരുന്നതും ഈ പുഴയോരത്തേക്കാണ്. അവിടെ താഴെയായി പുഴക്കരയിൽ പച്ചപ്പ് തേടിയിറങ്ങിയ മാൻകൂട്ടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണതെന്നറിയാമോ. എന്നാൽ ഈ വന്യതയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ആ വഴികളിൽ നിരവധി ആനത്താരകളുമുണ്ട്. കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനായി ഭവാനിയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥിരം പോയിന്റുകൾ. പലപ്പോഴും ഇവിടെയൊക്കെ വൈദ്യുത വേലികൾ സ്ഥാപിച്ച് ഇവരുടെ വരവും ഈ അവരുടെ യാത്രാ വഴികളെല്ലാം കൊട്ടി അടച്ചിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും ഈ വഴിയിൽ വലിയ അപകടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാൻ കാരണം ഇത് തന്നെയാണ്. കാടിന്റെ മക്കളും മനുഷ്യനും തമ്മിൽ വഴിമാറിക്കൊടുക്കാൻ മത്സരിക്കുന്ന ഇടങ്ങളായിട്ട് തോന്നും. എങ്കിലും പുഴയുടെ കരയിൽ ഒരു കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാൻ നിൽക്കുന്ന ദൃശ്യം ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ യാത്ര അതോടെ ഒരു പൂർണ്ണതയിലെത്തി എന്നൊക്കെ പറയാം, അല്ലെ? കാടിന്റെ വന്യതകൾക്കിടയിലും മാറ്റത്തിന്റെ കാറ്റ് ഈ വഴികളിലും വീശി തുടങ്ങിയിട്ടുണ്ട്. റോഡിന് ഇരുവശം തലയുയർത്തി നിൽക്കുന്ന റിസോർട്ടുകളും ചെറുതും വലുതുമായ കടകളും ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ പതുക്കെ പതുക്കെ മാറ്റുന്നുണ്ടെന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അബ്ബണ്ണൂർ ഭാഗത്തേക്കും നരസിമുക്കിലേക്കും പട്ടിമാളം വഴി ഭവാനിയുടെ തീരങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ വലിയൊരു കൂട്ടം. ഈ തിരക്ക് കൂടുതലും വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല കേട്ടോ, മറിച്ച് മഞ്ചൂരിൽ നിന്നും ഊട്ടിയിൽ നിന്നും ആനക്കട്ടിയിൽ നിന്നും മുള്ളി വഴി ഇങ്ങോട്ട് കടന്നു വരുന്നത് തമിഴ്നാട്ടിലെ വിനോദസഞ്ചാരികളാണ്. തമിഴ്നാട്ടിൽ നിന്നും ഈ അതിർത്തി കടന്ന് നമ്മുടെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് യാതൊരു വിലക്കുകളുമില്ല. അവർ ഈ ഭവാനിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു, ഇവിടുത്തെ കാറ്റിന്റെ തണുപ്പറിയുന്നു, അങ്ങനെ സുന്ദരമായ നിമിഷങ്ങളായി ഇറക്കി കടന്നു പോകുന്നു. എന്നാൽ നമ്മൾ മുള്ളിയിലെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് മുന്നിലെത്തുമ്പോൾ ആ കാഴ്ച അങ്ങ് മാറുകയാണ്. മലയാളികൾക്ക് മാത്രം മുന്നോട്ട് പോകാൻ കഴിയാത്ത അടഞ്ഞുകിടക്കുന്ന അതിർത്തി, അവിടെ ഒരു ചെക്ക് പോസ്റ്റ്. ഒരു യാത്രാ സ്നേഹിയെ സംബന്ധിച്ച് ഇതിലും വലിയൊരു വേദനയില്ല, അല്ലെ? ഒരേ റോഡ്, ഒരേ പ്രകൃതി, എന്നാൽ ഒരു ഭാഗത്തേക്ക് മാത്രം യാത്ര നിഷേധിക്കപ്പെടുന്ന വിവേചനം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് മുള്ളിയും താവളവും താണ്ടി ഇങ്ങോട്ട് വരാമെങ്കിൽ എന്തുകൊണ്ട് മലയാളികൾക്ക് ആ ചെക്ക് പോസ്റ്റ് കടന്ന് മഞ്ചൂരിലേക്കും ഊട്ടിയിലേക്കും പോയിക്കൂടാ? എന്തായാലും ഈ വീഡിയോയിലൂടെ തമിഴ്നാട് സർക്കാരിനോടും പ്രത്യേകിച്ച് നീലഗിരി DFOയോടും കേരളത്തിലെ ലക്ഷക്കണക്കിന് യാത്രാ സ്നേഹികൾക്ക് വേണ്ടി ഒരു വലിയ അഭ്യർത്ഥന വെക്കുകയാണ്. ഈ യാത്രാ നിരോധനം എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. പൂർണ്ണമായി തുറന്നിടാൻ കഴിയില്ലെങ്കിൽ പോലും കർശനമായ നിയന്ത്രണങ്ങളോടെ എങ്കിലും സമയക്രമം പാലിച്ചുകൊണ്ടെങ്കിലും ഈ പാത ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം. പ്രകൃതി സ്നേഹിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ അതിർത്തികൾ കൊട്ടിയടക്കപ്പെടാൻ പാടില്ല. ആ വഴികൾ യാത്രികർക്കായി തുറക്കപ്പെടണം. അതൊരു ഔദാര്യമല്ല, കാലങ്ങളായി ഈ വഴി സഞ്ചരിച്ചിരുന്ന ഞങ്ങളുടെ അവകാശം തന്നെയല്ലേ. യാത്രകൾക്ക് എവിടെയാണ് അവസാനമുള്ളത്? ഈ ഭവാനി പുഴയെ പോലെയാണ് നമ്മുടെ ഉള്ളിലെ യാത്രാമോഹങ്ങളും. തടസ്സങ്ങൾ എത്ര വന്നാലും അവൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. കാടിനെ പുണർന്നും പാറക്കെട്ടുകളോട് കലഹിച്ചും അവൾ അവളുടെ യാത്ര തുടരുകയാണ്. മുള്ളിയിലെ ആ ചെക്ക് പോസ്റ്റിന് മുന്നിൽ നമ്മുടെ വാഹനങ്ങളുടെ ചക്രങ്ങൾ തൽക്കാലത്തേക്കൊന്ന് നിശ്ചലമായേക്കാം. എന്നാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന മലനിരകൾ, അവ നമ്മെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളെ ബാക്കി വെച്ചുകൊണ്ട് എഴുതി തീരാത്ത ഒരു കവിത പോലെ ഈ യാത്ര ഇവിടെ തൽക്കാലം ഒരു അല്പവിരാമം ഇടുകയാണ്. ബാക്കി വെച്ച ദൂരങ്ങൾ താണ്ടാൻ തുറക്കപ്പെടുന്ന പുതിയ വഴികളിലൂടെ നമ്മൾ ഇനിയും വരും. അതുവരെ ഈ ഭവാനിയുടെ സംഗീതം നമ്മുടെ മനസ്സിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേ